ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. പെരിയ ഇരട്ടക്കൊലക്കേസിൽ 14 പ്രതികൾ കുറ്റക്കാർ. നമ്മൾ ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരും. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണും. സംഘടനകൾ പോലും ലോകത്ത് അങ്ങനെ കൊല്ലിക്കില്ല. അവരൊരു വെടികൊണ്ടോ ഒരു വെട്ടുകൊണ്ടാണ് കൊല്ലുന്നത്. ഇത് ക്രൂരമായ കൊലപാതകമാണ്. ഈ സംസ്ഥാനത്തിന് അപമാനകരമായ കാര്യം. നമുക്ക് നോക്കാം ആരൊക്കെയാണ് വീണ്ടും. ഞങ്ങളത് വിടില്ല. ഞങ്ങൾ ആ കുടുംബത്തോടൊപ്പം ഉണ്ടാവും. അന്ന് ഞങ്ങൾ വാക്കുകൊടുത്താണ് ആ കുടുംബത്തിന് ഞങ്ങളെ കൂടെ ഉണ്ടാവും. ഞങ്ങൾ ഇപ്പോഴും കൂടെയുണ്ട്, അവസാനം വരെ കൂടെ ഉണ്ടാവും. നീതി വാങ്ങിച്ചു കൊടുക്കുന്നത്. കുടുംബം പറയുന്ന ഒരു കാര്യം, പൂർണ്ണമായി എല്ലാ പ്രതികൾക്കും ശിക്ഷ കിട്ടിയാൽ മാത്രമേ നീതി പൂർണ്ണമായി നടപ്പിലായി എന്ന് പറയാൻ കഴിയുള്ളൂ. ഉറപ്പായിട്ട് അവരുമായിട്ട് ആലോചിച്ച് അതിനു വേണ്ടിയിട്ടുള്ള അപ്പീൽ പോകാനുള്ള എല്ലാ നിയമപരമായ സഹായങ്ങളും പാർട്ടി ഞങ്ങൾ ചെയ്യും. പത്ത് വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഒരാളുടെ ശവസംസ്കാര ചടങ്ങുകൾ ഡൽഹിയിൽ നടക്കുമ്പോൾ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ വന്നു ഈ എയർപോർട്ടിൽ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്ത് ഉദ്ഘാടനം ചെയ്ത് അന്തരിച്ച മുൻ പ്രധാനമന്ത്രിയോടുള്ള അനാദരവും തികഞ്ഞ അനൗചിത്യമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി അതിൽ പങ്കെടുക്കാൻ പാടില്ല. ഞാൻ ഇന്നലെ തന്നെ എയർപോർട്ട് MD നേരിട്ട് പറഞ്ഞു. കോളിളക്കം സൃഷ്ടിച്ച പെരിയ ഇരട്ടക്കൊലക്കേസിൽ മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 14 പ്രതികൾ കുറ്റക്കാർ. 10 പ്രതികളെ കൊച്ചി CBI കോടതി കുറ്റവിമുക്തരാക്കി. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെയും 10-15 പ്രതികൾക്കെതിരെയും കൊലക്കുറ്റവും ഗൂഢാലോചനയും തെളിഞ്ഞു. മുൻ ലോക്കൽ കമ്മിറ്റി അംഗം A പീതാംബരൻ, മുൻ MLA KV കുഞ്ഞിരാമൻ, മുൻ ഏരിയ സെക്രട്ടറി K മണികണ്ഠൻ, മുൻ ലോക്കൽ സെക്രട്ടറിമാരായ രാഘവൻ വെളുത്തോളി, KV ഭാസ്കരൻ ഉൾപ്പെടെ 5 പ്രതികൾ CPM നേതാക്കളാണ്. അടുത്ത വെള്ളിയാഴ്ചയാണ് കോടതി ശിക്ഷ വിധിക്കുന്നത്. ശ്രീകാന്ത് വിശദാംശങ്ങൾ നൽകും കൊച്ചിയിലെ പ്രത്യേക CBI കോടതിയിൽ നിന്നും. ശ്രീകാന്ത്, വിധിയുടെ കൂടുതൽ വിവരങ്ങൾ വന്നിട്ടുണ്ടോ? പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റം, അത് ഗൂഢാലോചന തെളിഞ്ഞു, കൊലക്കുറ്റം ചുമത്തി, മറ്റു പ്രതികൾക്കെതിരെ ചുമത്തിയ വകുപ്പുകൾ, അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, ഈ കേസിൽ 6 വർഷങ്ങൾക്കിപ്പുറം ഇതിൽ 14 പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നു. 10 പ്രതികളെ വെറുതെ വിടുകയും ചെയ്തിട്ടുണ്ട്. 1 മുതൽ 8 വരെയുള്ള പ്രതികൾ കൊലപാതകം, അതോടൊപ്പം തന്നെ ഈ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള കുറ്റങ്ങളാണ് അവർക്കെതിരെ തെളിഞ്ഞിട്ടുള്ളത്. 10-15 പ്രതികൾ 2 പേർ, അവർക്കെതിരെ തെളിഞ്ഞിട്ടുള്ളത് ഈ ഗൂഢാലോചന കുറ്റമാണ്. അതിനാൽ തന്നെ 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് എന്തൊക്കെ വകുപ്പുകളും എന്തൊക്കെ ശിക്ഷയുമാണോ വരുന്നത് അത് ഈ 10-15 പ്രതികൾക്കും കിട്ടുകയും ചെയ്യും. നമുക്ക് ഓടിച്ചൊന്ന് നോക്കാം. അതായത് 1-ാം പ്രതി പീതാംബരന് വന്നിട്ടുള്ളത് കൊലപാതകം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് തെളിഞ്ഞത്. IPC 302, IPC 143, IPC 147, IPC 201, IPC 148, IPC 341, IPC 120B ക്രിമിനൽ ഗൂഢാലോചന, തടഞ്ഞു നിർത്തൽ, മാരകായുധങ്ങൾ ഉപയോഗിച്ച് ഉപദ്രവം, കലാപം സൃഷ്ടിക്കൽ, നിയമവിരുദ്ധമായി സംഘം ചേരൽ, കൊലക്കുറ്റം തുടങ്ങിയവയാണ് പീതാംബരനെതിരെ ചുമത്തിയത്. അതേ കുറ്റം തന്നെ 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കും ഗൂഢാലോചനയിൽ പങ്കെടുത്തതിനാൽ 10-15 പ്രതികൾക്കും ഇതേ കുറ്റങ്ങൾ തന്നെ അവർക്കെതിരെ തെളിഞ്ഞിട്ടുണ്ട്. അവരതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. ഇനി 14, അതോടൊപ്പം തന്നെ 20, 21, 22 പ്രതികൾ, അത് CPIM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ കൂടിയാണ്. ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കമുണ്ട്. അവർക്കെതിരെ 225 IPC-യാണ് തെളിഞ്ഞിട്ടുള്ളത്. പോലീസ് പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുമ്പോൾ അത് തടയുക, അവരെ മോചിപ്പിക്കുക, രഹസ്യ സ്ഥലത്തേക്ക് മാറ്റുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അത് പ്രകാരം 6 മാസം മുതൽ 2 വർഷം വരെയാണ് സ്വാഭാവികമായും അതിന് തടവ് ശിക്ഷ വേണ്ടത്. അതിനാൽ തന്നെ ഈ പറഞ്ഞ പ്രതികൾക്ക് ശിക്ഷ വിധിക്കും വരെ, അതായത് ജനുവരി 3 വരെ അവർക്ക് ജാമ്യത്തിൽ തുടരാം. അതിലൊരു കാര്യം കൂടിയുണ്ട് വിജയകുമാർ. ഈ 14 പേർ ശിക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴും അതിൽ ആത്യന്തികമായ ഒരു ശിക്ഷ കിട്ടാൻ സാധ്യത ഞാൻ ഈ പറഞ്ഞ പോലെ 1 മുതൽ 8 വരെയും 10-15 പ്രതികൾക്കാണ്. ബാക്കിയുള്ളവർക്ക് സ്വാഭാവികമായി അപ്പോൾ തന്നെ അപ്പീൽ പോകാം. ജാമ്യത്തിൽ തുടർന്നുകൊണ്ട് അപ്പീൽ നൽകി മേൽക്കോടതിയിൽ നിന്നും വിടുതൽ നേടുകയോ അല്ലെങ്കിൽ തീർപ്പറിയുകയോ ചെയ്യാം. അതിനാൽ തന്നെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയെങ്കിലും ഇനി ശിക്ഷ വിധിച്ചാലും അക്ഷരാർത്ഥത്തിൽ അവർ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് അർത്ഥം. ജയിലിൽ കിടക്കേണ്ടി വരാനുള്ള സാധ്യത തീർത്തും തുലോം തുച്ഛമാണ്. പക്ഷേ ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതികരണങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പ്രോസിക്യൂഷൻ അവരുടെ പരമാവധി ശ്രമിച്ചു എന്നാണ് അവർ പറയുന്നത്. CBI 10 പേർക്കെതിരെ അഡീഷണലായി കുറ്റം ചുമത്തിയിരുന്നു, അവരെ പ്രതികളാക്കിയിരുന്നു. അതിൽ 4 പേർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. നേരത്തെ CK ശ്രീധരൻ ഇറങ്ങി വന്നിരുന്നു, പ്രതിഭാഗം അഭിഭാഷകനായിരുന്നു. ഗൂഢാലോചന എന്ന വാദം പൊള്ളയായ വാദമാണ്, അത് പൊളിഞ്ഞു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അതായത് പ്രതിഭാഗത്തിന്
ആശ്വസിക്കാവുന്ന പല കാര്യങ്ങളും ഈ കേസിലുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതിന് ഈ കോൺഗ്രസും ആ കുടുംബവും കൂടിയാലോചിച്ച് അപ്പീൽ പോകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇത്രയും കാലം നീണ്ടുനിന്ന 6 വർഷത്തോളം നീണ്ടുനിന്ന വിചാരണ ഏറ്റവും ഒടുവിൽ 14 പേർ കുറ്റക്കാരെന്ന് കണ്ടെത്തി, 10 പേരെ വെറുതെ വിട്ടു. ജനുവരി 3-ന് ശിക്ഷ വിധിക്കും. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പ്രതികളിൽ ചില ആളുകൾ നടത്തിയ പ്രതികരണങ്ങളാണ് വിജയകുമാർ. അത്യന്തം നാടകീയം, വിചിത്രം എന്നൊക്കെ പറയാം. 15-ാം പ്രതി സുരേന്ദ്രൻ പറഞ്ഞ ഒരു കാര്യം, തന്നെ വധശിക്ഷയ്ക്ക് വിധിക്കൂ, താൻ ഈ കേസിൽ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടില്ല, തന്നെ ഈ കൊലപാതകത്തിൽ ഉൾപ്പെടാതെ തന്നെ പ്രതിയാക്കിയതാണ്, അതിനാൽ ഇനി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നു. ഒരു പ്രതി പറയുന്നു പട്ടാളത്തിൽ ചേരാൻ ആഗ്രഹിച്ചതാണെന്ന്, വേറൊരു പ്രതി പറയുന്നു 6 വർഷമായി വീട്ടുകാരെ കണ്ടിട്ടില്ല എന്ന്. അങ്ങനെ അവർക്ക് ശിക്ഷയുടെ കാഠിന്യം കുറയാൻ തക്കതായ വാദങ്ങൾ അവർ ഉയർത്തുന്നുണ്ട്. കോടതിയാണ് തീരുമാനിക്കേണ്ടതെന്ന്. ശിക്ഷ നൽകണമെന്ന് ജനുവരി 3-ന് അറിയാം. ഈ നരാധമന്മാർക്ക്, ഇത്തരം പ്രവൃത്തി ചെയ്തവർക്ക് എന്ത് ശിക്ഷയാണ്, 2 ചെറുപ്പക്കാരെ കൊത്തിയെരിഞ്ഞു വീഴ്ത്തിയവർക്ക് എന്ത് ശിക്ഷയാണ് കിട്ടാൻ പോകുന്നതെന്ന്. വെള്ളിയാഴ്ചയാണ് കോടതി ആ ശിക്ഷ വിധിക്കാൻ പോകുന്നത്. 1 മുതൽ 8 പ്രതികൾക്കെതിരെയും മറ്റ് 2 പ്രതികൾക്കെതിരെയും ഇപ്പോൾ കൊലക്കുറ്റവും അതിൻ്റെ അനുബന്ധമായ 120B ക്രിമിനൽ ഗൂഢാലോചനയും തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് പരമാവധി ശിക്ഷ നൽകണം എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിക്കും. അവർക്ക് എന്ത് ശിക്ഷ നൽകുമെന്നത് വെള്ളിയാഴ്ചയാണ് വിചാരണ കോടതി വിധിക്കാൻ പോകുന്നത്. വിധി കേട്ട് കൊല്ലപ്പെട്ട ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും അമ്മമാർ പൊട്ടിക്കരഞ്ഞു. എല്ലാ പ്രതികൾക്കും കടുത്ത ശിക്ഷ ലഭിക്കണമെന്നാണ് ഇരുവരുടെയും അമ്മമാരുടെ വൈകാരിക പ്രതികരണം. വിധിയിൽ പൂർണ്ണ തൃപ്തിയില്ലെന്നും നിയമപോരാട്ടം തുടരുമെന്നും കൊല്ലപ്പെട്ട ശരത് ലാലിന്റെ സഹോദരി അമൃത 24-നോട് പറഞ്ഞു. ആ പ്രതികരണങ്ങളിലേക്ക്. എല്ലാ കുറ്റവാളികളും ശിക്ഷിക്കപ്പെടുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. വിധിയിൽ തീരെ തൃപ്തികരമെന്ന് തോന്നുന്നില്ല. കുറ്റക്കാരെല്ലാവരും പ്രതീക്ഷിച്ച കുറ്റക്കാരെന്ന് ബഹുമാനപ്പെട്ട കോടതി വിശ്വസിക്കുന്നു. കടുത്ത ശിക്ഷ തന്നെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നീതി കിട്ടിയെന്ന് തോന്നുന്നു. ഇപ്പം എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല. അതെ അതെ, ആഗ്രഹിച്ച പോലെ സംഭവിച്ചു. കടുത്ത ശിക്ഷ വേണം തന്നെ ആഗ്രഹിക്കുന്നത്. സർക്കാർ കുറേ കളി കളിച്ചു. ആ 10 പേരെ അങ്ങനെ ഒഴിവാക്കുമ്പോൾ ഞങ്ങൾക്കത് സങ്കടമുണ്ട്. ഈ 14 പേര് ശിക്ഷിക്കപ്പെട്ടതിൽ സന്തോഷമുണ്ട്. എന്നാലും കുടുംബം പൂർണ്ണ തൃപ്തരല്ല. അതിനെതിരെ അപ്പീൽ പോകുമെന്ന് തന്നെയാണ് തീരുമാനം. ആ സർക്കാർ പ്രതികളുടെ കൂടെയാണ് ഇവിടെ നിന്നത്. നിൽക്കേണ്ടത് ഞങ്ങളുടെ കൂടെയല്ലേ. അരുൺ പാറയ്ക്കൽ പെരിയയിൽ നിന്ന് വിവരങ്ങൾ നൽകും. അരുൺ, 14 പ്രതികളെ ശിക്ഷിച്ചു അല്ലെങ്കിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി 10 പ്രതികളെ കുറ്റവിമുക്തരാക്കി. അപ്പോൾ ഈ 10 പ്രതികളെ കുറ്റവിമുക്തരാക്കിയതിൽ കുടുംബത്തിന് മറ്റൊരു അഭിപ്രായമുണ്ട്. മേൽക്കോടതിയെ സമീപിക്കണമെന്ന കുടുംബത്തിന്റെ ആവശ്യം അവർ പാർട്ടി നേതൃത്വത്തിനൊക്കെ മുന്നിൽ വെക്കുന്നുണ്ട്. അപ്പോൾ അപ്പീൽ നൽകണമെന്ന നിലപാടാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്, അല്ലേ? വിജയകുമാർ, അത് തന്നെയാണ് കൊച്ചിയിലെ CBI കോടതിയുടെ വിധി വന്നതിന് ശേഷം, അതായത് ഈ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിന് ശേഷം നമ്മൾ കുടുംബവുമായി സംസാരിച്ചിരുന്നു. ശരത് ലാലിൻ്റെ മാതാവ് ലത, കൃപേഷിൻ്റെ അമ്മ ബാലാമണി, സഹോദരി കൃപ, ഇവർ 3 പേരും നമ്മളുമായി സംസാരിച്ചു. ആ ഘട്ടത്തിലൊക്കെ അവർ പറയുന്നത് ഈ 10 പ്രതികളെ വെറുതെ വിട്ടത് അത് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. അവരെല്ലാവരും തന്നെ ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടതാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും സ്മൃതി മണ്ഡപത്തിലാണ്. ഇവിടെ കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും സുഹൃത്തുക്കളും ബന്ധുക്കളും അതുപോലെ തന്നെ സഹപ്രവർത്തകരുമൊക്കെ, കോൺഗ്രസിൻ്റെ പ്രവർത്തകരുമൊക്കെ ഇവിടെ ഇപ്പോഴുമുണ്ട്. അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു ഈ പ്രതികളൊക്കെ തന്നെ കുറ്റക്കാരാണ്. അതിനുവേണ്ടി ഏതറ്റം വരെയും പോവും. അപ്പീൽ നൽകുന്നതിനുള്ള ആലോചനയിലാണ്. അത് വിധിപ്പകർപ്പ് ലഭിച്ചതിന് ശേഷം കൂടുതൽ നടപടികൾ ആലോചിക്കുമെന്നും പറയുന്നുണ്ട് വിജയകുമാർ. എന്തായാലും അമ്മമാർ അല്പസമയം മുൻപാണ് ഈ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോയത്. വികാരനിർഭരമായ ഒരു കാഴ്ചയായിരുന്നു നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു. വിധി വന്നതിന് ശേഷം ഈ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിന് ശേഷം നമുക്കിവിടെ കാണാൻ സാധിച്ചത്. എന്തായാലും അപ്പീൽ നൽകുന്നതിനെ കുറിച്ചുള്ള ആലോചനയാണ് ഇപ്പോൾ കുടുംബമുള്ളത്. അത് ഈ 2 പേരുടെയും, കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും അച്ഛന്മാരും ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. സത്യനാരായണനും അതുപോലെ തന്നെ കൃഷ്ണനും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പീൽ നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ജില്ലാ കോൺഗ്രസ് നേതൃത്വവും അതേക്കുറിച്ചുള്ള ആലോചനയിലാണ്. വിധിപ്പകർപ്പ് ലഭിക്കാനുള്ള ഒരു കാലതാമസം മാത്രമാണ്. അതിനുശേഷം തുടർ നടപടികളെക്കുറിച്ച് ആലോചിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് വിജയകുമാർ. യെസ്, എന്തായാലും കുറച്ച് പ്രതികളെ കുറ്റവിമുക്തരാക്കിയതിൽ, വെറുതെ വിട്ടതിൽ കുടുംബത്തിന് അതൃപ്തിയുണ്ട്. മേൽക്കോടതിയെ സമീപിക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അക്കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വവും കുടുംബത്തിൻ്റെ നിലപാടിനൊപ്പം നിൽക്കുമെന്നാണ് പ്രധാനപ്പെട്ട
പ്രതികരിച്ച നേതാക്കളൊക്കെ വ്യക്തമാക്കിയത്. അരുൺ പാറക്കിലാണ് വിവരങ്ങൾ നൽകിയത് പെരിയയിൽ നിന്ന്. പെരിയ ഇരട്ടക്കൊലക്കേസ് വിധിയിൽ തൃപ്തരല്ലെന്നും സർക്കാർ പ്രതികൾക്കായി ഒത്തുകളിച്ചെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. എല്ലാ പ്രതികളും ശിക്ഷിക്കപ്പെടും വരെ നിയമപോരാട്ടം തുടരുമെന്ന് DCC അധ്യക്ഷൻ PK ഫൈസൽ വ്യക്തമാക്കി. പ്രതികൾക്കായി സർക്കാർ ഖജനാവിൽ നിന്ന് പണം ഒഴുക്കിയതിൽ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് ഷാഫി പറമ്പിൽ MP പ്രതികരിച്ചു. മനുഷ്യനെ കൊല്ലുന്ന രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ CPM തയ്യാറാകണമെന്ന് KK രമ MLAയും പറഞ്ഞു. CBI കോടതിയുടെ ഈ വിധിയിൽ ഞങ്ങൾ പൂർണ്ണ സംതൃപ്തരല്ല. ഈ കൊലപാതകത്തിന് പിന്നിൽ മാർക്സിസ്റ്റ് പാർട്ടിയാണ്, ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്, ഇത് ആസൂത്രിതമായ ഗൂഢാലോചനയാണ്. ഈ കൊലപാതകം എന്ന് പറയുന്നത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന പൈശാചികപരമായ ഒരു കൊലപാതകമായിരുന്നു. ഈ 10 പ്രതികൾക്കും കൂടി അവർ കുറ്റക്കാരെന്ന് കണ്ടെത്താത്തതിൽ ജില്ലയിലെ പാർട്ടി നേതൃത്വത്തിന് വലിയ പ്രയാസമുണ്ട്. അവർക്ക് കൂടി കുറ്റം ലഭിക്കുന്നതിനാവശ്യമായ നിയമ പോരാട്ടങ്ങളുമായി മുമ്പോട്ട് പോകും. ബ്രാഞ്ചും ലോക്കലും ഏരിയയും ജില്ലയും ഉൾപ്പെടെയുള്ള അവരുടെ പാർട്ടി റാങ്ക് ആൻഡ് ഫയലിലെ ആളുകൾ വന്നൊരു പ്രതിപട്ടികയാണ് ഇപ്പോൾ CBI കോടതി പുറത്തുവിട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് പാർട്ടി കൊന്നതാണ് എന്നുള്ളത് തന്നെയാണ്. CPIM കൊന്നതാണ് എന്നുള്ളതിന് ഇതിൽ പരം ഇനി തെളിവ് വേറെ വേണ്ട. ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് CPIMന് ഒളിച്ചു മാറാൻ കഴിയില്ല. ഞാൻ ഒരു കാര്യം തീർത്തു പറയുന്നു, ഈ പ്രതികളുടെ ഒക്കെ രക്ഷാധികാരി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. CPMന്റെ മസ്തിഷ്കമാണ് ഇവിടെ അടിയേറ്റിരിക്കുന്നത്. ഇത് വാടക കൊലയാളികളല്ല നടത്തിയത്. ഇതിനകത്ത് എല്ലാവരും CPMന്റെ ആളുകളാണ്. കൊല്ലുന്ന രാഷ്ട്രീയ പ്രവർത്തനം എന്ന് അവസാനിപ്പിക്കും. എന്തേ ഇതിനെ തള്ളിപ്പറയാൻ ഇപ്പോഴും പാർട്ടിക്ക് സാധിക്കാത്തത്? അതേസമയം പെരിയ ഇരട്ടക്കൊലക്കേസിലെ CBI കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ ഒരുങ്ങുകയാണ് CPIM. KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കായി അപ്പീൽ നൽകുമെന്ന് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ പറഞ്ഞു. കോടതി വിധിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണനും പ്രതികരിച്ചു. കോടതി വിധി അംഗീകരിച്ചുകൊണ്ടുള്ള സമീപനമാണ് ആർക്കും പൊതുവെ സ്വീകരിക്കാൻ കഴിയും. നിയമവാഴ്ചയിൽ അത്തരമൊരു നിലപാട് സ്വീകരിച്ചേ പറ്റുള്ളൂ. ഈ കേസിൽ നിരപരാധികളായിട്ടുള്ള ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ പരിശോധിച്ച് നിയമ നടപടി സ്വീകരിക്കാനേ സാധിക്കുള്ളൂ. CPM ആസൂത്രണം ചെയ്ത ഒരു കൊലയും കേരളത്തിലില്ല. പാർട്ടിക്ക് ഇതിൽ പങ്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. CBI ഇത് ബോധപൂർവം ഈ നേതാക്കളെ ഗൂഢാലോചന കേസിൽ ഉൾപ്പെടുത്തിയതാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി ഈ കാര്യത്തിൽ ഗൗരവമായ പരിശോധന ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്, തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കോടതി കണ്ടെത്തിയിട്ടുണ്ടാവും, മേലെയും കോടതി ഉണ്ടല്ലോ. ഇതൊരു അന്തിമ വിധിയല്ല, അപ്പീൽ പോകും. TP ചന്ദ്രശേഖരൻ വധക്കേസിനു ശേഷം പെരിയ ഇരട്ടക്കൊലപാതകം പോലെ CPMനെ പ്രതിസന്ധിയിലാക്കിയ മറ്റൊരു സംഭവമില്ല. CBI അന്വേഷണത്തെ എതിർത്ത് സർക്കാർ സുപ്രീം കോടതി വരെ പോയതും ലക്ഷങ്ങൾ ചെലവാക്കിയതും CPMന് തലവേദനയായിരുന്നു. വിഷയം കോൺഗ്രസ് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ സജീവ ചർച്ചയാക്കും. R ശ്രീജിത്ത് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, CPM ഇനി എങ്ങനെ പ്രതികരിക്കും ഈ കോടതി ഉത്തരവിനോട് എന്നത് പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ജില്ലാ സെക്രട്ടറി ഒക്കെ മറുപടി പറഞ്ഞെങ്കിലും LDF കൺവീനറൊക്കെ മറുപടി പറഞ്ഞെങ്കിലും ഇതിൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് വെച്ചാൽ ജില്ലയിലെ ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട 6 നേതാക്കൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ കൊലക്കുറ്റവും ഗൂഢാലോചനയും തെളിഞ്ഞിട്ടുണ്ട്. പ്രതികളെ പിടിച്ചുകൊണ്ടുപോയ പോലീസിൽ നിന്ന് അവരെ മോചിപ്പിച്ചു എന്ന കുറ്റം ഒരു മുൻ MLAയും ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും അതിൽ ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത് കോടതി അത് കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. എളുപ്പത്തിൽ ന്യായീകരിക്കാൻ CPMന് കഴിയില്ലല്ലോ, അല്ലേ? ഈ കൊലപാതകം ഉണ്ടായ നാൾ മുതൽ വലിയ തോതിലുള്ള തിരിച്ചടിയാണ് ഇക്കാര്യത്തിൽ. വിജയകുമാർ, ഈ പെരിയ ഇരട്ടക്കൊലപാതകം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് ഉണ്ടാകുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മണ്ഡലത്തിൽ ദയനീയമായ പരാജയമാണ് CPIM നേരിട്ടത്. അന്നു മുതൽ തന്നെ CPIMന് ഒരു വലിയ തോതിലുള്ള തലവേദനയായി ഈ സംഭവം മാറിയിരിക്കുകയാണ്. ഒരിക്കലും തങ്ങളുടെ അധീനതയിൽ നിന്ന് പോകില്ല എന്ന് കരുതിയ കാസർഗോഡ് മണ്ഡലമാണ് തുടർച്ചയായി 2 ടേമായി കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെരിയ ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിലെ വോട്ടർമാരിലുണ്ടായ വലിയ തോതിലുള്ള അസംതൃപ്തി അവിടെ പ്രതിഫലിച്ചു എന്നാണ് വോട്ടെടുപ്പിന് ശേഷം CPM ഒക്കെ തന്നെ വിലയിരുത്തിയത്. പരസ്യമായി പറയാൻ മടി കാണിക്കുന്നു എന്ന് മാത്രം. എന്നാൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് കടക്കുമ്പോഴാണ് ഈ പെരിയ കൊലപാതക കേസിലെ വിധി ഇപ്പോൾ വരുന്നത്. ആ കേസിൽ ഇപ്പോൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്ന 14 പേരും പാർട്ടിയുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളവരാണ്. ജില്ലാ സെക്രട്ടേറിയറ്റ് മുതൽ താഴെ ബ്രാഞ്ച് വരെ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ പ്രതിപട്ടികയിലുള്ളത്. ഇപ്പോൾ ഈ ജില്ലാ സെക്രട്ടറി അംഗവും മുൻ MLAയുമായ KV കുഞ്ഞിരാമനാകട്ടെ വരുന്ന ഫെബ്രുവരി 5 നടക്കുന്ന കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഏറ്റവും സജീവമായി പരിഗണിക്കും
ആരോപിക്കപ്പെടുന്ന ആളാണ്. അപ്പോൾ നേതൃതലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കേഡറടക്കം ഈ കേസിൽ പ്രതിയായി വരുന്നത് CPIM-ന് ഈ കേസിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയാത്ത വിധം അവരെ കുരുക്കിലാക്കുന്ന ഒരു വിധിയായി ഇത് മാറുന്നതിൻ്റെ എല്ലാ സൂചനകളുമാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. കാരണം പാർട്ടി നേരിട്ട് ഈ പാർട്ടിയുടെ പ്രവർത്തകർ താഴെത്തട്ട് മുതൽ മുകൾത്തട്ടിലുള്ള പ്രവർത്തകർ വരെ അറിഞ്ഞ് നടത്തിയ കൊലപാതകമെന്ന ആരോപണമാണ് കോടതി വിധിയിലൂടെ ഇപ്പോൾ ശരിവെക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ CPIM-ന് ഇത് വലിയ തോതിൽ പ്രതിരോധമാണ്. 2025 ഒരു തെരഞ്ഞെടുപ്പ് വർഷമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അതിന് പിന്നാലെ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അപ്പോൾ ഈ കേസിൻ്റെ CBI അന്വേഷണം പ്രതിരോധിക്കാൻ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് വലിയ അഭിഭാഷകരെ കൊണ്ടുവന്ന് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വാദിച്ചിട്ടും അതുകൊണ്ടൊന്നും ചെറുക്കാൻ കഴിയാതെയാണ് CBI അന്വേഷണം വന്നത്. ആ CBI അന്വേഷണത്തിലാണ് ഇപ്പോൾ 14 പേരെ കുറ്റക്കാരായി കണ്ടെത്തിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് 14 പേര് ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. എന്തായാലും ഈ വിഷയത്തിൽ CPM-ന്റെ കൂടുതൽ പ്രതികരണങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പീൽ നൽകും എന്ന് പാർട്ടി നേതൃത്വം അറിയിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ 6 പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 6 പേർ CPM-ന്റെ സജീവ പ്രവർത്തകർ, നേതൃതലങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ് എന്നത് ചെറുതല്ലാത്ത പ്രതിരോധം പാർട്ടിക്ക് മേൽ ഉണ്ടാക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ്. പെരിയ കേസിലെ കൂടുതൽ പ്രതികരണങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. CBI കെട്ടിപ്പൊക്കിയ കഥയാണെന്നും ഗൂഢാലോചന പൊളിഞ്ഞുവെന്നും പ്രതിഭാഗം അഭിഭാഷകൻ CK ശ്രീധരൻ പറഞ്ഞു. ആ പ്രതികരണത്തിലേക്ക്. രാജ്മോഹൻ ഉണ്ണിത്താനല്ല ആര് പറഞ്ഞാലും രാഷ്ട്രീയ കാര്യങ്ങൾ ഇപ്പോൾ ഈ സന്ദർഭത്തിൽ കോടതിയുടെ വിധിയും അതിൻ്റെ സെൻറ്റൻസും ഒക്കെ പ്രഖ്യാപിക്കാനിരിക്കുന്ന ഈ ഘട്ടത്തിൽ അനാവശ്യമായി രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് കടക്കാൻ അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഞാൻ സന്നദ്ധനല്ല. അത് തെറ്റ്. അത്തരം ആരോപണങ്ങൾ തികച്ചും തെറ്റാണെന്നും അടിസ്ഥാനരഹിതമാണെന്നും ഈ കേസ് ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇത്തരം ദുരാരോപണങ്ങൾ ഉന്നയിച്ച സന്ദർഭത്തിൽ ചാനലുകളിലും ഞാൻ നേരിട്ട് ഹാജരായി പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? ഇപ്പോൾ നിഷേധിക്കുന്നതല്ല. തെറ്റായ പ്രചരണങ്ങൾ നടത്തി ഇപ്പോൾ അവരുടെ അവരുടെ തൃപ്തിക്ക് വേണ്ടി അത് പറഞ്ഞാലേ കഴിയുമെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. ഞാനതിന് ഇനി മറുപടി പറയാൻ സന്നദ്ധനല്ല. പെരിയ ഇരട്ടക്കൊലക്കേസിലെ മുഴുവൻ പ്രതികൾക്കും ശിക്ഷ ലഭിക്കാതെ പോയത് CPIM കോൺഗ്രസ് കള്ളക്കളി മൂലമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. കോൺഗ്രസിന്റെ ഒരു വിഭാഗം പ്രതികളെ രക്ഷിക്കാൻ ശ്രമിച്ചെന്നും K സുരേന്ദ്രൻ ആരോപിച്ചു. ഈ കേസിൽ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള നീക്കം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ കോൺഗ്രസിലെ ഒരു വിഭാഗവും അവരെ സഹായിക്കുന്ന നിലയാണ് സ്വീകരിച്ചത്. 10 പ്രതികളെ കുറ്റവിമുക്തരാക്കിയത് തീർച്ചയായിട്ടും ഈ കേസ് നടത്തുന്നതിൽ ഉണ്ടായിട്ടുള്ള വലിയ വീഴ്ചയുണ്ട്. CPM-ഉം കോൺഗ്രസും തമ്മിൽ ഇക്കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടായിരുന്നു എന്നുള്ളത് നേരത്തെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടതാണ്. മുഴുവൻ പ്രതികൾക്കും ശിക്ഷ ലഭിക്കാതെ പോയത് ആ കള്ളക്കളിയുടെ ഭാഗമായിട്ടാണ്. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താമഴ കടക്കുകയാണ്. ഡോക്ടർ മൻമോഹൻ സിംഗിന് വിട. മുൻ പ്രധാനമന്ത്രിയും സാമ്പത്തിക വിദഗ്ധനുമായ ഡോക്ടർ മൻമോഹൻ സിംഗ് ഇനി ഓർമ്മ. സംസ്കാരം യമുനാ തീരത്തെ നിഗംബോധ് ഘട്ടിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ നിഗംബോധ് ഘട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. AICC ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വെച്ച മൃതദേഹം വിലാപയാത്രയായാണ് നിഗംബോധ് ഘട്ടിലെത്തിച്ചത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ മൃതദേഹത്തെ അനുഗമിച്ചു. ശ്രീനാഥ് ചന്ദ്രൻ നിഗംബോധ് ഘട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്രീനാഥ്, സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായല്ലോ, എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഈ സ്മൃതി മണ്ഡപം ഉണ്ടാക്കുന്ന കാര്യത്തിൽ, സ്മൃതി മണ്ഡപം നിർമ്മിക്കുന്നതിൽ ഭൂമി നൽകുന്നതുമായി ബന്ധപ്പെട്ടൊരു വിവാദം നേരത്തെ ഉണ്ടായല്ലോ, അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എന്തെങ്കിലും ഈ ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടോ? വിജയകുമാർ, അങ്ങനെ ഒരു ചരിത്രം അവിടെ അവസാനിക്കുകയാണ്. ഒരു ചരിത്ര പുരുഷന്റെ വിടവാങ്ങൽ ഇന്നിപ്പോൾ ഉണ്ടാകുന്നു. അദ്ദേഹം ഇന്ന് രാവിലെ 8 മണിയോടെയാണ് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഭൗതികദേഹം അദ്ദേഹത്തിൻ്റെ വസതിയായ മോത്തിലാൽ നെഹ്റു മാർഗിൽ നിന്ന് AICC ആസ്ഥാനത്തേക്ക് എത്തിച്ചത്. AICC ആസ്ഥാനത്ത് പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ചേർന്നാണ് ഗേറ്റ് വരെ എത്തി അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹത്തെ അകത്തേക്ക് സ്വീകരിച്ച് കൊണ്ടുപോയത്. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖർഗെ, പ്രിയങ്ക ഗാന്ധി, അങ്ങനെ എല്ലാ നേതാക്കളും ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ നേതാക്കൾ ഉണ്ടായിരുന്നു. ഇന്നലെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ച് അദ്ദേഹത്തെ അവസാനമായി കാണാൻ കഴിയാത്തവരൊക്കെ തന്നെ ഇന്ന് പാർട്ടി ആസ്ഥാനത്തേക്ക് എത്തി. പക്ഷേ അവിടെ അധിക സമയം ഉണ്ടായിരുന്നില്ല. ഏതാണ്ട് അരമണിക്കൂർ മാത്രമേ അവിടെ പൊതുദർശനം ഉണ്ടായിരുന്നുള്ളൂ. നേരത്തെ 1 മണിക്കൂർ വരെ ഉണ്ടാകും എന്നതാണ് അറിയിച്ചിരുന്നത്. നിരവധി പാർട്ടി പ്രവർത്തകർ
പ്രവർത്തകരും AICC ആസ്ഥാനത്തേക്ക് എത്തിയിരുന്നു. പിന്നീട് അവിടെ നിന്ന് നിഗംബോധ് ഘട്ടിലേക്ക് മൃതദേഹം എത്തിച്ചു. അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, ഒപ്പം രാഷ്ട്രപതി ദ്രൗപദി മുർമു അടക്കമുള്ളവരും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. ഈ വിലാപയാത്രയുടെ മുൻപിൽ പോയ വാഹനത്തിലായിരുന്നു രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഉണ്ടായിരുന്നത്. ആ ദൃശ്യങ്ങൾ കൂടി ആ സമയത്ത് ശ്രദ്ധേയമായിരുന്നു. ഏതായാലും സംസ്കാര ചടങ്ങുകൾ പിന്നീട് ആദരമർപ്പിക്കലിന് ശേഷമാണ് നടന്നത്. മതപരമായ സിഖ് മതാചാര പ്രകാരമുള്ള ചടങ്ങുകളാണ് നടന്നത്. അവിടുത്തെ പുരോഹിതന്മാരുടെ പ്രാർത്ഥനകളടക്കം നടന്നു. പിന്നീട് സൈന്യത്തിൻ്റെ ഔദ്യോഗിക ബഹുമതി നൽകി. അതിനുശേഷമാണ് ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായത്. ഇപ്പോൾ ഏതായാലും ചടങ്ങുകൾ കഴിഞ്ഞു. നേതാക്കളെല്ലാവരും തന്നെ മടങ്ങിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന ആ വലിയ മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷത്തിൽ എല്ലാവരും നല്ല ഓർമ്മകൾ കൊണ്ട് സ്മരിക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞതുപോലെ ചരിത്രം അദ്ദേഹത്തോട് കാണിക്കുന്ന ഒരു ദയയായിരിക്കും. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അങ്ങനെ അന്വർത്ഥമായും മാറുകയാണ്. വിജയകുമാർ. യെസ്, നിഗംബോധ് ഘട്ടിൽ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ഒക്കെ എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ AICC മുതൽ നിഗംബോധ് ഘട്ട് വരെ അനുഗമിച്ചു. അദ്ദേഹം അർഹിക്കുന്ന ഒരു യാത്രയയപ്പ് അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. ശ്രീനാഥ് ചന്ദ്രനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബു തോമസിന്റെ മരണത്തിൽ ആരോപണ വിധേയരെ സംരക്ഷിച്ചു പോലീസ്. സാബുവിനെ ഭീഷണിപ്പെടുത്തിയ CPM ജില്ലാ കമ്മിറ്റി അംഗം VR സജിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയെങ്കിലും സൊസൈറ്റി ജീവനക്കാരെ അറസ്റ്റ് ചെയ്യാനും പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. സാബു തോമസിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കുന്ന കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സെക്രട്ടറി റജി എബ്രഹാം, സീനിയർ ക്ലർക്ക് സുജമോൾ ജോസ്, ജൂനിയർ ക്ലർക്ക് ബിനോയ് തോമസ് എന്നിവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ട് 5 ദിവസം കഴിഞ്ഞു. എന്നാൽ ഇതുവരെ ഇവരെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടില്ല. മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത് 3 പേരും ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. അറസ്റ്റ് ഒഴിവാക്കാൻ മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമത്തിലാണ് 3 പേരും. കോടതിയെ സമീപിക്കുന്നതിന് മുൻപ് അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമവും പോലീസ് നടത്തുന്നില്ല. സാബുവിനെ ഭീഷണിപ്പെടുത്തിയ CPIM ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം VR സജിയുടെ മൊഴി പോലും അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടില്ല. സജിയുടെ ഭീഷണി സന്ദേശമെത്തിയ സാബുവിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഇതിൽ നിന്നുള്ള തെളിവുകൾ കിട്ടിയതിനു ശേഷം മാത്രമായിരിക്കും സജിക്കെതിരെ കേസെടുക്കുന്നതിൽ തീരുമാനം. സൊസൈറ്റിയിലെ മറ്റു ജീവനക്കാരുടെയും 4 ഭരണസമിതി അംഗങ്ങളുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാബു തോമസിന്റെയും ഭാര്യയുടെയും പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും നിക്ഷേപിച്ചതും പിൻവലിച്ചതുമായ തുക സംബന്ധിച്ച വിവരങ്ങളും അന്വേഷണ സംഘം ശേഖരിക്കുകയാണ്. 24 ഇടുക്കി. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ADM K നവീൻ ബാബുവിന്റെ മരണത്തിൽ തെളിവുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജി തീർപ്പാക്കി കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. കുടുംബത്തിന്റെ ആവശ്യം പ്രോസിക്യൂഷൻ പരിഗണിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹർജി തീർപ്പാക്കിയത്. ഷഹദ് റഹ്മാൻ വിശദാംശങ്ങൾ നൽകും. ഷഹദ്, എന്താണ് കോടതി ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്? കുടുംബം നൽകിയ ഹർജിയിലെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നുണ്ട്, അത് നടപ്പാക്കിയിട്ടുണ്ട് എന്നാണോ പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത്? തീർച്ചയായും വിജയകുമാർ, അങ്ങനെയാണ് പ്രോസിക്യൂഷൻ ഇന്ന് ആ കേസ് തീർപ്പാക്കിയിട്ടുള്ളത്. പ്രധാനമായിട്ടും ഈ കുടുംബത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത് കണ്ണൂരിലെ കളക്ടറേറ്റ്, അതുപോലെ തന്നെ മുനീശ്വരൻ കോവിൽ, റെയിൽവേ സ്റ്റേഷൻ പരിസരം, പ്ലാറ്റ്ഫോം, അതുപോലെ പള്ളിക്കുന്ന് ADMന്റെ വീട് മുതലുള്ള റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള ഭാഗങ്ങളിലെ CCTV ദൃശ്യങ്ങൾ, കേസിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ട മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, കളക്ടർ അരുൺ K വിജയൻ, പെട്രോൾ പമ്പിന് അപേക്ഷ നൽകിയ TV പ്രശാന്തൻ എന്നിവരുടെ മൊബൈൽ ഫോണിലെ വിശദാംശങ്ങൾ തുടങ്ങി കുറെ അധികം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ തെളിവുകൾ സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇന്ന് കുടുംബം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഹർജി നൽകിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിലാണ് കോടതി ഇന്ന് തീർപ്പ് കൽപ്പിച്ചിട്ടുള്ളത്. കാരണം ഈ സംഭവങ്ങളൊക്കെ തന്നെ പോലീസിന്റെ അന്വേഷണത്തിൽ സംരക്ഷിച്ചിട്ടുണ്ടെന്നും ഇത് കോടതി ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരീക്ഷണം നടത്തുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. കുടുംബം ആവശ്യപ്പെട്ടതെല്ലാം പ്രോസിക്യൂഷൻ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഹർജി തീർപ്പാക്കിയിട്ടുള്ളത്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങളൊക്കെ സംരക്ഷിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ADM K നവീൻ ബാബുവിന്റെ മരണത്തിൽ തെളിവുകൾ സംരക്ഷിക്കണമെന്നായിരുന്നു കുടുംബം ആവശ്യപ്പെട്ടത്. അത് ആ ഹർജി കോടതി തീർപ്പാക്കിയിരിക്കുകയാണ്. പ്രോസിക്യൂഷൻ ഇത് പരിഗണിക്കുന്നുണ്ട് എന്നും അത് ഉറപ്പുവരുത്തുമെന്നും കോടതി അറിയിച്ചു. കോടതി അത് രേഖപ്പെടുത്തി ഹർജി തീർപ്പാക്കുകയായിരുന്നു. സ്ഥാനമൊഴിയുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് സംസ്ഥാന സർക്കാർ യാത്രയയപ്പ് നൽകില്ല. മുഖ്യമന്ത്രി ഉൾപ്പെടെ സംശയനിഴലിൽ നിർത്താൻ ശ്രമിച്ച ആരിഫ് മുഹമ്മദ് ഖാനോട് മമത വേണ്ട എന്നാണ് സർക്കാർ തീരുമാനം. ദുഃഖാചരണത്തെ തുടർന്ന് രാജ്ഭവൻ ജീവനക്കാർ ഗവർണർക്ക് നൽകാനിരുന്ന യാത്രയയപ്പും റദ്ദാക്കി. ആരിഫ് മുഹമ്മദ് ഖാൻ സ്ഥാനമൊഴിയുമ്പോഴും സർക്കാരും ഗവർണറും തമ്മിലുള്ള ഭിന്നത തീരുന്നില്ല.
സ്ഥാനമൊഴിയുന്ന ഗവർണർമാർക്ക് സർക്കാർ യാത്രയയപ്പ് നൽകുന്ന പതിവുണ്ട്. എന്നാൽ ആരിഫ് ഖാന്റെ കാര്യത്തിൽ ആ പതിവ് തെറ്റിക്കുകയാണ്. നാളെ കേരളം വിടുന്ന ആരിഫ് മുഹമ്മദ് ഖാന് യാത്രയയപ്പ് നൽകേണ്ടെന്നാണ് തീരുമാനം. സർക്കാരിനെ ഇത്രയേറെ പ്രതിസന്ധിയിലാക്കുകയും മുഖ്യമന്ത്രി ഉൾപ്പെടെ സംശയനിഴലിൽ നിർത്തുകയും ചെയ്ത ആരിഫ് ഖാന് ഉപചാരപൂർവ്വമുള്ള യാത്രയയപ്പ് വേണ്ടെന്നാണ് ഭരണ നേതൃത്വത്തിലെ ധാരണ. എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ മുൻഗാമി ജസ്റ്റിസ് പി സദാശിവത്തോട് ഇതായിരുന്നില്ല സമീപനം. ചില വിഷയങ്ങളിൽ ഭിന്നത ഉണ്ടായിരുന്നെങ്കിലും സദാശിവത്തിന് സർക്കാർ ഊഷ്മളമായ യാത്രയയപ്പ് നൽകി. രാജ്ഭവനിലെ യാത്രയയപ്പ് സമ്മേളനത്തിന് പുറമെ മാസ്കറ്റ് ഹോട്ടലിൽ വെച്ചും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സദാശിവത്തിന് യാത്രയയപ്പ് നൽകിയിരുന്നു. മാസ്കറ്റിലെ യാത്രയയപ്പ് യോഗത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സദാശിവത്തെ പ്രശംസിച്ച് സംസാരിക്കുകയും ചെയ്തു. ഇതുകൂടാതെ വിമാനത്താവളത്തിൽ നേരിട്ടെത്തി സദാശിവത്തെ യാത്രയക്കാനും മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായി. ഔദ്യോഗിക യാത്രയയപ്പ് ഏറ്റുവാങ്ങാതെ ആരിഫ് ഖാൻ നാളെ കേരളം വിടും. രാജ്ഭവൻ ജീവനക്കാർ യാത്രയയപ്പ് നൽകാൻ നിശ്ചയിച്ചിരുന്നെങ്കിലും ഔദ്യോഗിക ദുഃഖാടനത്തെ തുടർന്ന് വേണ്ടെന്ന് വെച്ചു. നാളെ ഉച്ചയ്ക്ക് 12-ന് കൊച്ചിയിലേക്ക് പോകുന്ന ഗവർണർ അവിടെ നിന്ന് ഡൽഹി വഴി ബീഹാറിലേക്ക് പോകും. ജനുവരി 2-ന് ബീഹാർ ഗവർണറായി ചുമതലയേൽക്കും. ആരിഫ് മുഹമ്മദ് ഖാന്റെ പിൻഗാമി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ജനുവരി 1-ന് കേരളത്തിലെത്തും. 2-ാം തീയതിയാണ് പുതിയ ഗവർണറുടെ സത്യപ്രതിജ്ഞ. ആർ ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. പാർട്ടി അംഗങ്ങളും നേതാക്കളും മദ്യപിക്കരുതെന്ന നിർദ്ദേശം കർശനമായി നടപ്പാക്കാൻ CPI. നിർദ്ദേശം അടങ്ങുന്ന പെരുമാറ്റച്ചട്ടത്തിന് പാർട്ടി സംസ്ഥാന കൗൺസിൽ അംഗീകാരം നൽകി. മദ്യപാനം വിലക്കുന്നതിലെ പ്രായോഗികത കൗൺസിൽ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയെങ്കിലും തീരുമാനം മാറിയില്ല. പാർട്ടി നേതാക്കളുടെ ഒറ്റയ്ക്കുള്ള പണപ്പിരിവും വിലക്കിയിട്ടുണ്ട്. അംഗങ്ങൾക്കും നേതാക്കൾക്കും നേരത്തെ തന്നെ പെരുമാറ്റച്ചട്ടം നിഷ്കർഷിച്ചിട്ടുള്ള പാർട്ടിയാണ് CPI. നിലവിലുള്ള പെരുമാറ്റച്ചട്ടത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ടാണ് മദ്യപാനമടക്കമുള്ള ദുശീലങ്ങൾക്കെതിരായ നിലപാട് കർശനമാക്കിയിരിക്കുന്നത്. CPI അംഗങ്ങളും നേതാക്കളും മദ്യപിക്കാൻ പാടില്ല എന്നാണ് നിർദ്ദേശം. മദ്യവർജനം നയമായി സ്വീകരിക്കാമെങ്കിലും മദ്യപാനം വിലക്കുന്നത് എത്രത്തോളം പ്രായോഗികമാകും എന്നതാണ് സംസ്ഥാന കൗൺസിൽ ഉയർന്ന ചോദ്യം. താഴെത്തട്ടിൽ തൊഴിലാളികളടക്കമുള്ള അംഗങ്ങളായ ഘടകങ്ങളിൽ എങ്ങനെ മദ്യപാന വിലക്ക് നടപ്പാക്കുമെന്ന ചോദ്യവും ഉയർന്നു. മദ്യപാനം വിലക്കിയാൽ പാർട്ടിയിലേക്ക് ആളെ കിട്ടുമോ എന്നും സംസ്ഥാന കൗൺസിൽ അംഗങ്ങൾ ചോദിച്ചു. താഴെത്തട്ടിലുള്ളവർക്ക് അല്പം ഇളവാകാമെന്ന് സംബന്ധിച്ച നേതൃത്വം നേതാക്കൾ മദ്യപിക്കുന്ന നിർദ്ദേശത്തിൽ അയവ് വരുത്തിയില്ല. മദ്യപിച്ച് പൊതുജനമധ്യത്തിൽ അവമതിപ്പുണ്ടാക്കുന്ന പെരുമാറ്റത്തിൽ നിന്ന് നേതാക്കൾ പിന്മാറണമെന്നാണ് നിർദ്ദേശം. പാർട്ടിയുടെ വിവിധ ആവശ്യങ്ങൾക്കായുള്ള പണസമാഹരണത്തിലും കർശനമായ നിയന്ത്രണം കൊണ്ടുവന്നു. പിരിവിന് പാർട്ടിയുടെ പെരുമാറ്റച്ചട്ടവും മാർഗനിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണമെന്നാണ് പുതിയ നിർദ്ദേശം. നേതാക്കളുടെ ഒറ്റയ്ക്കുള്ള പിരിവ് വിലക്കി. നേതാക്കൾ ഒരുമിച്ച് മാത്രമേ സംഭാവന സ്വീകരിക്കാൻ പാടുള്ളൂ. ഘടകങ്ങൾ തീരുമാനിച്ച് മാത്രമേ പിരിവിനിറങ്ങാവൂ. കളങ്കിത വ്യക്തികളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ സംഭാവന സ്വീകരിക്കരുതെന്നും കർശന നിർദ്ദേശമുണ്ട്. ഒരാളിൽ നിന്നോ സ്ഥാപനത്തിൽ നിന്നോ സ്വീകരിക്കാവുന്ന പരമാവധി തുക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ബ്രാഞ്ചുകൾക്ക് പരമാവധി 3000 രൂപയും ലോക്കൽ കമ്മിറ്റികൾക്ക് 10000 രൂപയും മണ്ഡലം കമ്മിറ്റികൾക്ക് 50000 രൂപയും ജില്ലാ കമ്മിറ്റികൾക്ക് 1 ലക്ഷം രൂപയും ഒരാളിൽ നിന്ന് സ്വീകരിക്കാം. ആർ ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. ചെന്നൈ അണ്ണാ സർവകലാശാലയിൽ വിദ്യാർത്ഥിനി പീഡനത്തിനിരയായ സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു മദ്രാസ് ഹൈക്കോടതി. വനിതാ ഉദ്യോഗസ്ഥർ മാത്രമടങ്ങുന്ന സംഘത്തിനാണ് അന്വേഷണ ചുമതല. പെൺകുട്ടിയുടെ പരാതിയും FIR-ലെ പിഴവും പ്രത്യേക സംഘം അന്വേഷിക്കും. പെൺകുട്ടിയുടെ കുടുംബത്തിന് സർക്കാർ 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി വിധിച്ചു. മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകും ചെന്നൈയിൽ നിന്ന്. റഹീസ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കോടതി ഈ വിഷയത്തിൽ കടുത്ത നിലപാടാണല്ലോ ഇന്നലെയും ഇന്നും സ്വീകരിച്ചതല്ലേ? വിജയകുമാർ, അതിരൂക്ഷമായ വിമർശനമാണ് ഇന്നും മദ്രാസ് ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ചിൽ നിന്നും പോലീസിനെതിരെയും സർക്കാരിനെതിരെയും ഒക്കെ നേരിടേണ്ടി വന്നിരിക്കുന്നത്. അതായത് ഏറ്റവും പ്രധാനം ഈ കേസിലെ FIR-മായി ബന്ധപ്പെട്ടാണ് കോടതി അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. FIR-ൽ പെൺകുട്ടിയുടെ വ്യക്തിഗത വിവരങ്ങൾ ഉൾപ്പെടുത്തിയത് ഒരു തരത്തിലും ന്യായീകരിക്കാനാകില്ല എന്ന് കോടതി പറയുന്നു. ഇത് പോലീസിന്റെ മാത്രം പിഴവാണ്. നേരത്തെ പോലീസ് പറഞ്ഞത് ഇത് അപ്ലോഡ് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു ടെക്നിക്കൽ മിസ്റ്റേക്ക് ആണ് എന്നാണ്. അതൊന്നും ഇത്തരത്തിലുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കേസിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്ന് കോടതി പറഞ്ഞു വെക്കുന്നു. ഒപ്പം തന്നെ ഈ FIR-ൽ ഓരോ വാക്കുകളും വായിക്കുമ്പോൾ അത് പെൺകുട്ടിയുടെ ആത്മാഭിമാനത്തിന് ക്ഷതമേക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളും വാക്കുകളുമാണ് ഓരോ വരികളിലും ഉള്ളത്. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല, അതിനെ നീതീകരിക്കാൻ കഴിയുന്നതല്ല. പെൺകുട്ടിയെ പൊതുമധ്യത്തിൽ ആക്രമിക്കുന്ന തരത്തിലേക്ക് ഒരു FIR മുന്നോട്ട് വെക്കുന്നത് വഴി പോലീസ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും കോടതി ചോദിക്കുന്നു. അങ്ങനെ FIR-നെ സംബന്ധിച്ച് അത്തരത്തിലൊരു വാദം കോടതിയിൽ നിന്ന് പോലീസിന് നേരിടേണ്ടി വരുന്നു. ഒപ്പം തന്നെ ഈ കേസ് വനിതാ ഉദ്യോഗസ്ഥരടങ്ങുന്ന ഒരു പ്രത്യേക അന്വേഷണ സംഘം SIT-ക്ക് കൈമാറിയിരിക്കുകയാണ്. ഇത് ഈ പെൺകുട്ടിയെ ആക്രമിച്ച കേസ് മാത്രമല്ല, പീഡിപ്പിച്ച കേസ് മാത്രമല്ല, മറിച്ച് പോലീസിന് FIR-ൽ ഉണ്ടായ ഓരോ പിഴവും കൃത്യമായി അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് നൽകാനാണ് കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ കുടുംബത്തിന് FIR മൂലമുണ്ടായ മാനനഷ്ടം, പെൺകുട്ടി നേരിട്ട മാനസിക സംഘർഷം എന്നിവയൊക്കെ പരിഗണിച്ചുകൊണ്ട് 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ സർക്കാരിനോട് നിർദ്ദേശിച്ചിരിക്കുന്നു. ഒപ്പം
യൂണിവേഴ്സിറ്റിയോടും പ്രത്യേക നിർദ്ദേശമുണ്ട്. പെൺകുട്ടിയുടെ ഫീസ്, തുടർന്നുള്ള എല്ലാ ഫീസുകളും ഒഴിവാക്കി നൽകണമെന്ന് പറയുന്നു. കുട്ടിക്കും കുടുംബത്തിനും കൃത്യമായുള്ള പോലീസ് സംരക്ഷണം നൽകണമെന്ന് പറയുന്നു. അങ്ങനെ പോലീസിന്റെ ഓരോ നടപടിയെയും കൃത്യമായി വിമർശിച്ചുകൊണ്ടുള്ള ഒരു വിധിയാണ് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ചിൽ നിന്നും വന്നിരിക്കുന്നത്. മാത്രമല്ല, പോലീസ് കമ്മീഷണർ നടത്തിയത് അപക്വമായിട്ടുള്ള ഒരു ഇടപെടലാണ്. കേസിന്റെ പ്രാഥമിക അന്വേഷണം മാത്രം നടക്കുമ്പോൾ ആദ്യ ദിവസം ഒരു പ്രതിയെ മാത്രം പിടിച്ചു നിൽക്കുമ്പോൾ പോലീസ് കമ്മീഷണർ നടത്തിയ വാർത്താ സമ്മേളനം അതിനെ നീതീകരിക്കാൻ കഴിയില്ല. ആ വാർത്താ സമ്മേളനത്തിനിടയിൽ ഒരു പ്രതി മാത്രമേ ഉള്ളൂ എന്ന് കമ്മീഷണർ പറഞ്ഞു വെക്കുകയും ചെയ്തു. അതെങ്ങനെയാണ് പറയുക എന്നും കോടതി പറയുന്നുണ്ട്. നേരത്തെ വളരെ ഗൗരവമുള്ള നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളുമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. FIR-ലെ വിവരങ്ങൾ, ആ പെൺകുട്ടിയുടെ പേരടക്കം അതിലുണ്ടായിരുന്നു. അത് ആ നിലയിൽ ഒരു FIR തയ്യാറാക്കിയതിനാണ് പെൺകുട്ടിയുടെ കുടുംബത്തിന് സർക്കാർ 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം എന്നിപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചത്. ഗൗരവമുള്ള ഇടപെടൽ കോടതിയുടെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുകയാണ്. മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂരിലെ കേക്ക് വിവാദത്തിൽ ഒറ്റപ്പെട്ട് CPI നേതാവ് VS സുനിൽകുമാർ. മേയർ MK വർഗീസിനെതിരായ VS സുനിൽകുമാറിന്റെ പരാമർശം തള്ളി CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് രംഗത്തെത്തി. സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും പിന്തുണ ലഭിക്കാതെ വന്നതോടെ വിവാദം അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് VS സുനിൽകുമാർ നിലപാട് മയപ്പെടുത്തി. സുനിൽകുമാറിൻ്റേത് പക്വതയില്ലാത്ത പരാമർശമെന്ന് K സുരേന്ദ്രൻ വിമർശിച്ചു. ക്രിസ്മസ് ദിനത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനിൽ നിന്നും മേയർ MK വർഗീസ് കേക്ക് വാങ്ങിയത് ആസൂത്രിതമാണെന്ന വിവാദ പരാമർശത്തിൽ ഒറ്റപ്പെടുകയാണ് VS സുനിൽകുമാർ. കോർപ്പറേഷനിലെ CPI കൗൺസിലർമാർ ഇന്നലെ തന്നെ മേയറെ പിന്തുണച്ചും സുനിൽകുമാറിനെ തള്ളിയും രംഗത്തെത്തിയിരുന്നു. ഇതിന്റെ ക്ഷീണം മാറും മുൻപാണ് ജില്ലാ നേതൃത്വവും സുനിൽകുമാറിന്റേത് അനാവശ്യ പരാമർശമാണെന്ന വിലയിരുത്തലുമായി രംഗത്തെത്തിയത്. കേക്ക് സമ്മാനിച്ചത് വ്യക്തിപരമായി കണ്ടാൽ മതിയെന്നും രാഷ്ട്രീയമായി കാണേണ്ട എന്നുമായിരുന്നു CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജിന്റെ പ്രതികരണം. ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലൊക്കെ ആശംസകൾ കൈമാറുന്നതും അതുപോലെ തന്നെ മധുരം പങ്കുവയ്ക്കുന്നതും വ്യക്തിപരമായിട്ടുള്ള കാര്യമായിട്ട് മാത്രം കാണണം എന്നുള്ള അഭിപ്രായമാണുള്ളത്. അതിനെ രാഷ്ട്രീയമായി കാണേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ CPIയുടെ അഭിപ്രായം. നേതൃത്വം കൂടി തള്ളിയതോടെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും വിവാദം അവസാനിപ്പിക്കുന്നുവെന്നും പറഞ്ഞ് തടിയൂരേണ്ടി വന്നു സുനിൽകുമാറിന്. മേയറെ തെരഞ്ഞെടുത്തത് ഇടതുമുന്നണിയാണെന്നും MK വർഗീസിന് മേയറായി തുടരാമെന്നും നിലപാട് മയപ്പെടുത്തൽ. അതുമായി ബന്ധപ്പെട്ട് അതിന് മറുപടി ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഇന്നലെ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിലെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. LDFന്റെ തീരുമാനപ്രകാരമാണല്ലോ അദ്ദേഹം മേയറായിരിക്കും. അതിനൊന്നും യാതൊരു പ്രശ്നമില്ലെന്ന്, അതൊക്കെ അതുപോലെ തുടരും. VS സുനിൽകുമാറിന്റെ വീട്ടിൽ K സുരേന്ദ്രൻ സന്ദർശനം നടത്തിയത് എന്തിനെന്നായിരുന്നു മേയർ MK വർഗീസിന്റെ മറുചോദ്യം. സുരേന്ദ്രന്റേത് സൗഹൃദ സന്ദർശനമാണെന്നും കേക്കുമായി തന്റെ വീട്ടിൽ വന്നാലും അതങ്ങനെ തന്നെയെന്നും VS സുനിൽകുമാർ. സുനിൽകുമാറിന്റേത് പക്വതയില്ലാത്ത പരാമർശമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. സുനിൽകുമാർ നടത്തിയത് അനാവശ്യമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു. ഒരു പക്വതയുള്ള രാഷ്ട്രീയ പ്രവർത്തകനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പ്രതികരണമായിരുന്നില്ല. വിവാദം മുറുക്കിപ്പിടിച്ചാൽ മേയറും ഇടതു നേതൃത്വവും തമ്മിൽ ഭിന്നതയുണ്ടാകുമെന്നും അത് BJPയെ സഹായിക്കുമെന്നുമുള്ള വിലയിരുത്തലാണ് ഇടതുമുന്നണിക്കുള്ളത്. പരാമർശത്തിൽ അടിമുടി ഒറ്റപ്പെട്ടതോടെ സ്വയം തുടങ്ങിവെച്ച വിവാദത്തിന് സുനിൽകുമാർ തന്നെ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. സുഹൈൽ മുഹമ്മദ്, 24 തൃശൂർ. തമിഴ്നാട് തേനിയിൽ ടൂറിസ്റ്റ് വാനും കാറും കൂട്ടിയിടിച്ച് 3 മലയാളികൾക്ക് ദാരുണാന്ത്യം. കോട്ടയം കുറവിലങ്ങാട് കുര്യം സ്വദേശികളായ ജെയിൻ, സോണി, ജോബിഷ് എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. വേളാങ്കണ്ണി പള്ളിയിൽ പോയി മടങ്ങി വരുമ്പോഴാണ് ഇവർ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടത്. ഇന്ന് പുലർച്ചെ 5:45-നാണ് അപകടമുണ്ടായത്. തേനി ജില്ലയിലെ പെരിയകുളത്തിനടുത്ത് വെച്ചായിരുന്നു അപകടം. കുറവിലങ്ങാട് സ്വദേശികൾ സഞ്ചരിച്ച കാർ ടൂറിസ്റ്റ് വാനുമായി നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. കാറിലുണ്ടായിരുന്ന ജെയിൻ, സോണി, ജോബിഷ് എന്നിവർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ഷാജി എന്നയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കുര്യം ശാന്തിപുരം സ്വദേശികളായ സുഹൃത്തുക്കൾ വേളാങ്കണ്ണിയിൽ പോയി മടങ്ങുന്നതിനിടയിലായിരുന്നു അപകടം. ഇന്ന് രാവിലെ സംഭവം വെളുപ്പിനെ ഒരു വേളാങ്കണ്ണിക്ക് പോയതാണ്. എല്ലാ വർഷവും പോകുന്നതാണ്, പോയിട്ട് തിരിച്ചു വന്ന വഴിയാണ്. നടപടികളൊക്കെ എല്ലാം തന്നെ സ്പീഡിൽ ഇവിടുന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും സ്പീഡിൽ തന്നെ ചെയ്യുന്നുണ്ട്. ഇടിയുടെ ആഘാതത്തിൽ ടൂറിസ്റ്റ് വാനും റോഡരികിലേക്ക് മറിഞ്ഞു. വാനിലുണ്ടായിരുന്ന 18 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. അപകടത്തിൽ ദേവദാനപ്പെട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ രാത്രിയോടെ നാട്ടിലെത്തിക്കും. 24 കോട്ടയം. KPCC അധ്യക്ഷൻ K സുധാകരൻ ഇപ്പോൾ മാധ്യമങ്ങളെ അനുമോദിക്കുന്നു. അല്ല, കുഞ്ഞിരാമന് മുകളിലുണ്ട്, കുഞ്ഞിരാമന് താഴെയുണ്ട്.
ഞങ്ങൾ ഇതൊക്കെ ആദ്യമേ പറഞ്ഞതാണ്. ഞങ്ങൾ അവിടെ പൊതുയോഗത്തിൽ ഞാൻ നിരവധി വട്ടം പ്രസംഗിച്ചതാണ്. പ്രസംഗിച്ച കൂട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇനിയും ബാക്കി വരാനുണ്ട്. അത് നമ്മൾ അടുത്ത തവണത്തെ ഹൈക്കോടതിയിൽ പോകുമ്പോൾ അതൊക്കെ ഞങ്ങൾ കെട്ടി കൊണ്ടുപോകും. അവിടെ വെച്ച് ഹൈക്കോടതി തീരുമാനിക്കട്ടെ എന്നുള്ള രീതിയിലേക്ക് ഞങ്ങൾ അത് പോകാം. ഓക്കെ, രാഷ്ട്രീയ പങ്ക് തന്നെയല്ലേ, അവർക്കതല്ലേ ഉള്ളൂ. ഉത്തര മലബാറിൽ, കേരളത്തിൽ ഉത്തര മലബാറിൽ പ്രത്യേകിച്ചിട്ടും ഇവരുടെ കൃത്യമായ അജണ്ടയല്ലേ ഇത്. അവിടെ എവിടെയെങ്കിലും ഒരു കയ്യും കാലും എടുത്തിട്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വേണ്ടി സമ്മതിക്കോ? ഇല്ലല്ലോ. CPM-ന് പങ്കില്ലെങ്കിൽ പിന്നെ ആരാ പങ്കുന്നത്? അദ്ദേഹം പറയട്ടെ, അദ്ദേഹം CBI-യോട് പോയി പറയട്ടെ, അല്ലെങ്കിൽ അദ്ദേഹം കോടതിയോട് പറയട്ടെ. പെരിയ കേസിലെ വിചാരണ കോടതി വിധിയോട് പ്രതികരിക്കുകയായിരുന്നു KPCC അധ്യക്ഷൻ. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ AK ആന്റണിയുടെ ശതാഭിഷേകമാണിന്ന്. കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാപക ദിനത്തിലാണ് AK ആന്റണിയുടെ പിറന്നാളും. AK ആന്റണിക്ക് 24-ന്റെ പിറന്നാൾ ആശംസകൾ. ആദർശത്തിന്റെ ആൾരൂപമാണ് അറയ്ക്കപ്പറമ്പിൽ കുര്യൻ ആന്റണി എന്ന AK ആന്റണി. ഒരു പദവിയും വ്യക്തി താൽപര്യം സംരക്ഷിക്കാൻ ഉപയോഗിക്കരുതെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന വ്യക്തി. ജാതിമത ശക്തികളുടെ സമ്മർദ്ദതന്ത്രങ്ങൾക്ക് മുമ്പിൽ ഒരിക്കലും കീഴടങ്ങിയിട്ടില്ലാത്ത വ്യക്തി. 1940 ഡിസംബർ 28-ന് അറയ്ക്കപ്പറമ്പിൽ കുര്യൻ പിള്ളയുടെയും ഏലിക്കുട്ടിയുടെയും മകനായി ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലാണ് AK ആന്റണി ജനിച്ചത്. കേരള സ്റ്റുഡൻസ് യൂണിയൻ അംഗമായതോടെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമായത്. കേരളത്തിലെ രാഷ്ട്രീയ റെക്കോർഡുകളേറെയും ആന്റണിയുടെ പേരിലാണ്. 32-ാം വയസ്സിൽ KPCC പ്രസിഡന്റ്, 36-ാം വയസ്സിൽ മുഖ്യമന്ത്രി, പിന്നീട് 2 തവണ കൂടി മുഖ്യമന്ത്രിയായി. ഇന്ത്യൻ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിരോധ മന്ത്രി പദവിയിലിരുന്നതും ആന്റണി തന്നെ. കേന്ദ്രമന്ത്രിസഭയിൽ രണ്ടാമനായിരുന്ന മറ്റൊരു മലയാളിയില്ല. രാഷ്ട്രപതിയായിരുന്ന KR നാരായണൻ കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് രാജ്യത്തെ ഏറ്റവും ഉന്നത പദവിയിലെത്തിയ നേതാവും ആന്റണിയാണ്. ചാരായ നിരോധനം, തൊഴിലില്ലായ്മ വേതനം, സർക്കാർ ജീവനക്കാർക്ക് ഫെസ്റ്റിവൽ അലവൻസ്, ആദ്യത്തെ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ്, നോർക്ക രൂപീകരണം, വല്ലാർപാടം പദ്ധതി തുടങ്ങി എത്രയോ നേട്ടങ്ങൾ. പ്രതിരോധ മന്ത്രിയായിരിക്കെ വിഴിഞ്ഞം പദ്ധതിക്ക് ക്ലിയറൻസ് നൽകിയ ആന്റണി ബ്രഹ്മോസ് ഉൾപ്പെടെ ഒട്ടേറെ പദ്ധതികൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നു. കൊച്ചി കപ്പൽശാലയ്ക്കും നാവിക അക്കാദമിക്കും പുതിയ വിധാനങ്ങൾ നൽകി. വിമുക്ത ഭടന്മാർക്ക് 1 റാങ്ക് 1 പെൻഷൻ പദ്ധതിക്ക് തുടക്കം കുറിച്ചതും ആന്റണി തന്നെ. കേന്ദ്ര പൊതുവിതരണ മന്ത്രിയായിരിക്കെ അടിസ്ഥാനരഹിതമായ പരാമർശങ്ങളുണ്ടായപ്പോൾ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാജിവെക്കാനും ആന്റണി മടിച്ചില്ല. 2004 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കാനും മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണി തയ്യാറായി. രാഷ്ട്രീയം ജനനന്മയ്ക്കായിരിക്കണമെന്ന തത്വം ജനതയെ ഇന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു AK ആന്റണി എന്ന അപൂർവ വ്യക്തിത്വം. AK ആന്റണിക്ക് 24-ന്റെ പിറന്നാൾ ആശംസകൾ. റിസർച്ച് ഡെസ്ക് 24. അന്തരിച്ച ഫാദർ തോമസ് വെമ്പാലയുടെ സംസ്കാരം തിങ്കളാഴ്ച നടക്കും. ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് കോട്ടയം മാന്നാനം സെന്റ് ജോസഫ് ആശ്രമ ദേവാലയത്തിലാണ് സംസ്കാര ശുശ്രൂഷകൾ. വ്യാഴാഴ്ചയാണ് ഫാദർ തോമസ് വെമ്പാല അന്തരിച്ചത്. 90 വയസ്സായിരുന്നു. തിരുവനന്തപുരം ക്രൈസ്റ്റ് നഗർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ മുൻ മാനേജറും പ്രിൻസിപ്പലുമായി. ശാന്തിഗിരി ഫെസ്റ്റ് തിരുവനന്തപുരം പോത്തൻകോട് പുരോഗമിക്കുന്നു. ഫെസ്റ്റിലെത്തുന്നവർക്ക് ആകാശ കാഴ്ചകൾ ഒരുക്കാൻ ഹെലികോപ്റ്റർ സർവീസ് നാളെ തുടങ്ങും. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് അനുസ്മരണ ചടങ്ങും ആശ്രമത്തിൽ നടന്നു. മുൻ രാഷ്ട്രപതി KR നാരായണന്റെ കുടുംബ വീട് ശാന്തിഗിരി ആശ്രമത്തിന് കൈമാറുന്ന ചടങ്ങിൽ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് കേരളത്തിലെത്തിയിരുന്നു. ശാന്തിഗിരി ആശ്രമവുമായി അടുത്തു ബന്ധമുള്ള ഭരണാധികാരിയായിരുന്നു മൻമോഹൻ സിംഗ് എന്നും ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്യ അനുസ്മരിച്ചു. അന്നുവരെ ഉണ്ടായിരുന്ന നേതൃപാടവ സങ്കല്പത്തെ പാടെ പൊളിച്ചെഴുതിക്കൊണ്ട് തികച്ചും നിഷ്കാമിയായി, സൗമ്യനായി, സാത്വികനായി, ജനാധിപത്യ ബോധമുള്ള ഭരണാധികാരിയായി വിമർശിച്ചവരെ, പരിഹസിച്ചവരെ നിന്ദിക്കാതെ, നിരാകരിക്കാതെ അവരോട് ചെറു പുഞ്ചിരി കൊണ്ട് മറുപടി പടഞ്ഞ ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു അദ്ദേഹം.
ശാന്തിഗിരി ഫെസ്റ്റിൽ നാളെ മുതൽ ഹെലി സഫാരി ആരംഭിക്കും. ഹെലിപ്പാഡിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര 15 കിലോമീറ്റർ സഞ്ചരിക്കും. 7 മിനിറ്റ് ദൈർഘ്യമുള്ള യാത്രയിൽ ഒരു ട്രിപ്പിൽ പരമാവധി 7 പേർക്കാണ് സഞ്ചരിക്കാൻ സാധിക്കുക. തുമ്പി ഏവിയേഷനാണ് ഹെലികോപ്റ്റർ യാത്രാ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. നാളെ മന്ത്രി GR അനിൽ ഹെലികോപ്റ്റർ സർവീസ് ഉദ്ഘാടനം ചെയ്യും. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഹെലികോപ്റ്റർ യാത്ര എന്നൊക്കെ പറയുന്നത് അങ്ങനെ സ്വപ്നം പോലും കാണാൻ സാധിക്കാത്ത കാര്യമാണ്. അപ്പോൾ ചുരുങ്ങിയ ബഡ്ജറ്റിൽ ഇവിടെ നിന്ന് ഏതാണ്ട് 15 കിലോമീറ്റർ ദൂരം പറക്കുകയും അവിടെ ഇരുന്നു കൊണ്ട് ഈ തിരുവനന്തപുരത്തിൻ്റെ ഒരു പരിച്ഛേദം കാണുവാൻ സാധിക്കുകയും ആകാശത്തെ തൊട്ട് ഫെസ്റ്റിൽ നിന്നുയർന്ന് ഈ പ്രദേശം മൊത്തം ഒരു കാഴ്ചയായി കാണുവാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. 4200 രൂപയും ടാക്സുമാണ് ഒരു യാത്രയുടെ ചെലവ്. 24 തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.